അലൈക്കും. ആർക്കെ വെബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ വൈകുന്നേരം ചായയിലേക്കൊക്കെ നമുക്ക് കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കപ്പ് വെച്ചിട്ടാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇതിനായി ഞാൻ 2 കഷ്ണം കപ്പ് എടുത്തിട്ടുണ്ട്. ഇതിന് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ കപ്പ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് ഈ കപ്പിലേക്ക് നമുക്ക് ഒരു 2.5 കപ്പ് വെള്ളം ഒഴിക്കാം കേട്ടോ. അപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യട്ടോ. മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കണം കേട്ടോ. നമുക്ക് ഇതിൻ്റെ കട്ടൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് എല്ലാതും ഒന്ന് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ നമ്മളിതൊക്കെ ഒന്ന് പിഴിഞ്ഞൊന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ മീഡിയം സൈസിലുള്ള ഒരു സവാള നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ മല്ലിച്ചപ്പ്, കറിവേപ്പില, ഇഞ്ചി, പച്ചമുളക് ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് കുറച്ച് ഉപ്പും കൂടെ ഒന്ന് ആഡ് ചെയ്യാം കേട്ടോ. അതുപോലെ നമുക്കിതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് 1 കപ്പ് മൈദയാണ് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കൈവച്ചൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ നന്നായിട്ടൊന്ന് ഇത് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിതിന് കുറച്ചെടുത്ത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി കൊടുക്കട്ടോ. എന്നിട്ട് നമുക്കിത് നേരിട്ടൊന്ന് എണ്ണ ചൂടായതിനു ശേഷം നമുക്കതിൽ പൊരിച്ചെടുക്കാം. പൊരിച്ചെടുക്കാൻ വേണ്ടി ഞാൻ സ്റ്റൗവിൽ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ഈ ചട്ടി ചൂടായതിനു ശേഷം നമുക്കതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മാവിന്ന് കുറച്ചെടുത്ത് ഇതിലോട്ട് ഇടാം കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. നല്ല ഒരു ഗോൾഡ് കളറായി വരുമ്പോൾ നമുക്കിതൊന്ന് കോരിയെടുക്കാം കേട്ടോ. പിന്നെ ഇത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ നമ്മൾ ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതാ നമ്മുടെ സ്നാക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് നല്ല പുറത്ത് നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ് കേട്ടോ. അപ്പോൾ അത് കാര്യമായിട്ട് എണ്ണയോ കാര്യങ്ങളോ ഒന്നും പിടിച്ചിട്ടില്ല കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു. നമ്മുടെ മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നത് വരേക്കും അസ്സലാമു അലൈക്കും.